നടനാണെങ്കിലും ഒരുപാട് സിനിമകളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ ഉള്ള വ്യക്തിയാണ് ബിജു. ബിജു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡോക്ടർ ലവ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും തയ്യാറാക്കിയിരിക്കുന്നത്. ജോയ് തോമസ് ശക്തികുളങ്ങര എന്ന പ്രൊഡ്യൂസർ മമ്മി ആൻഡ് മീക്ക് ശേഷം വീണ്ടും എടുക്കുന്ന ചിത്രം കൂടിയാണത്. ഡോക്ടർ ലവ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു പ്രണയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇവിടെ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പ്രേമിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രണയം സഫലീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. വിനയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു യുവ കഥാകാരൻ, എഴുത്തുകാരൻ, കവി, അങ്ങനെ പല വേഷങ്ങളും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് കഥ എഴുതി അത് അച്ചടിച്ച് അത് പുള്ളി തന്നെ അത് നേരിട്ട് ആൾക്കാരിലേക്ക് സെയിൽസ്മാനായിട്ട് അദ്ദേഹം തന്നെ വരുന്നു. പക്ഷെ ചുറ്റുപാടും നടക്കുന്ന ഈ പറയുന്ന പ്രേമങ്ങൾക്ക്, പ്രണയങ്ങൾ, അദ്ദേഹം പലതരത്തിലുള്ള പ്രണയങ്ങൾ കാണുന്നുണ്ട്. അതിലൊക്കെ ഇടപെട്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു വ്യക്തി. ഡോക്ടർ ലവ് റൊമാൻസ് കൺസൾട്ടൻ്റ് എന്നാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ, ഒരു ക്യാച്ച് ഫ്രേസ് തന്നെ. ഫീസ് ഇല്ലാതെ മറ്റുള്ളവരുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ നൽകുന്ന, എന്നാൽ യഥാർത്ഥ പ്രണയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഡോക്ടർ. അദ്ദേഹത്തിന് ഒരവസരത്തിൽ ഒരു കോളേജിലേക്ക് ഒരു പ്രത്യേക കാര്യസാധ്യത്തിനായിട്ട് ആ കോളേജിലേക്ക് വരേണ്ടി വരികയും അവിടെ വിനയൻ ഏറ്റെടുക്കുന്ന ഒരു വെല്ലുവിളി, അത് എങ്ങനെ ബാക്കിയുള്ളവരുടെ ജീവിതങ്ങളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ വിനയൻ്റെ ജീവിതത്തെ തന്നെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കോളേജിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് വളരെ കളർഫുള്ളായിട്ട് ഗാനങ്ങളും വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും പല രീതിയിലുള്ള പ്രണയങ്ങളും പ്രണയഭംഗങ്ങളും ഒരു ചെറിയ ആക്ഷൻ മൂഡുകളും, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു നല്ലൊരു എൻ്റർടൈനർ ഫിലിമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഡോക്ടർ ലവ് എന്ന് പറയുന്നത്.